ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ചമുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സിൽ. അപ്പോൾ രാവിലെ ആവുമ്പോൾ അത് കുതിർന്നിട്ട് ഒരു വിധമായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പാകാനിടണം. ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മളിപ്പോൾ ചെങ്കല്ലാണ് കേട്ടോ നിറച്ചത്. അതിനകത്തേക്ക് നമ്മളൊന്ന് വിതറി കൊടുക്കുകയാണ്. ഇതെനിക്ക് അച്ഛന് ഓർമ്മ വരും. അച്ഛൻ എപ്പോഴും പച്ചമുളക് ഇങ്ങനെ കിളിപ്പിക്കണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണൊക്കെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാം. ഒരു 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് മുള പൊട്ടും. അത് കഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ട്. വലിയ മത്തിയാട്ടോ കിട്ടിയത്. അത് ഇനി നമുക്കൊന്ന് കറി വെക്കണം, വറുക്കണം. ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചു. പിന്നെ കുടംപുളിയിട്ട് മീൻ കുറച്ച് നേരം വെക്കുന്നുണ്ട് അതിൻ്റെ ഉളുമ്പ് നല്ല പോലെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ചെടുത്ത് വറുക്കാം. വീട്ടിൽ പകുതി പേര് നോയമ്പാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പേർക്ക് മതി മീൻ. അങ്ങനെ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കറിവേപ്പില വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കാണ് മീൻ വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും കറിവേപ്പില ഞാൻ വെക്കോട്ടെ. കാരണം മീൻ ഒട്ടും കരിഞ്ഞ് പിടിക്കത്തുമില്ല, ഒരുപാട് കരിഞ്ഞു പോകത്തില്ല. കറക്റ്റ് മൂപ്പിന് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ പുറത്തിരുന്നുണ്ട്. ഇനി അത് അവിടെ കിടന്ന് മൂക്കട്ടെ, നമുക്ക് കറി വെക്കാം. കറിക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ ഒരു പച്ചമണം മാറുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞാനോർത്ത് തക്കാളി ഇട്ട് വയ്ക്കാമെന്ന്, പിന്നെ വേണ്ട കുടംപുളി തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ മീൻ നമ്മുടെ മൂത്തിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഇട്ടിട്ട് നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടാണ് മീൻ ഇട്ട് കൊടുത്തത്. അവസാനം ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ കറിക്കും ഒത്തിരി കറിവേപ്പില ചേർക്കും. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു മണവും അത് കഴിക്കുമ്പോഴാണെങ്കിലൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം മത്തിയും ദേ കുറച്ച് മോരും ഒക്കെ കാച്ചിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത പാനിൻ്റെയും ഞാനിട്ട ഡ്രസ്സിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ മേളിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.